ഹലോ മക്കളെ, 10ാം ക്ലാസ് ബോർഡ് എക്സാം റിസൾട്ട് ഇതാ വന്നു കഴിഞ്ഞു. എല്ലാവർക്കും ഗംഭീരമായ മാർക്കുണ്ട്. ചിലപ്പോൾ ചിലർക്ക് എന്താണ് ഒരൽപ്പം മാർക്ക് കുറഞ്ഞു പോയി കാണാം. പക്ഷേ പേടിക്കേണ്ട കാര്യമില്ല. വരും വർഷങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഗംഭീരമായി പെർഫോം ചെയ്യുന്നു, ഗംഭീരമായി പഠിക്കുന്നു, ഗംഭീരമായി പഠിച്ച് മുന്നോട്ട് പോയിക്കൊണ്ട് നമ്മുടെ +1+2 ഫുൾ മാർക്ക് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള യാത്ര ആരംഭിക്കാൻ വേണ്ടി പോകുന്നു. ആ യാത്രയുടെ ആദ്യ സ്റ്റെപ്പ് വേറൊന്നുമല്ല, അപ്ലിക്കേഷൻ. എങ്ങനെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും, നിങ്ങൾ എങ്ങനെയാണ് ഓൺലൈൻ അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് മുഴുവനായിട്ട് ഞാൻ ഈ കാണുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരും. സോ തയ്യാറായിരിക്കാം. ഞാൻ പറയുന്നത് എല്ലാം കേൾക്കുക, അപ്ലൈ ചെയ്യുക, ഗംഭീരമാക്കി നമ്മുടെ +1+2 മാറ്റാൻ വേണ്ടി പോകുന്നു. ഇപ്പോൾ ആർക്കെങ്കിലും മാർക്കിന്റെ കേസിൽ ചിലപ്പോൾ ക്ഷീണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കാണുന്ന ക്ഷീണം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഹയർ സെക്കൻഡറിയിൽ മാറ്റാൻ വേണ്ടി പോകുന്നു. സോ ഗൈസ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കയ്യിൽ എന്തെല്ലാം ഉണ്ടാവണം? ഫസ്റ്റ് തിങ്, എക്സാം പാസ്സായ ആ ഒരു എക്സാം റിസൾട്ട് ഉണ്ടല്ലോ, അതെല്ലാവരും കയ്യിൽ വെക്കാം. യൂസ് രണ്ടാണ്. ഒന്നാമത്തെ യൂസ് വേറെ ഒന്നുമല്ല, നമ്മൾക്ക് മാർക്ക് ടൈപ്പ് ചെയ്യേണ്ട ഒരു സ്പേസ് വരും. ആ കാണുന്ന സ്ഥലത്ത് മാർക്ക് ടൈപ്പ് ചെയ്യാൻ വേണ്ടി, നമ്മുടെ ഗ്രേഡ് ടൈപ്പ് ചെയ്യാൻ വേണ്ടി എന്നാണ് നമുക്ക് ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്. രണ്ട്, എക്സാമിന്റെ രജിസ്ട്രേഷൻ നമ്പർ ചോദിക്കുന്ന സ്ഥലം വരും. ആ കാണുന്ന സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യണം? ഈ കാണുന്ന സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് ആ കാണുന്ന സർട്ടിഫിക്കറ്റിലെ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്യണം. ഇവിടെയാണ് നമുക്ക് നമ്മുടെ SLC എക്സാം സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ള ഒരു സ്ഥലം. രണ്ട്, എല്ലാവരും നമ്മുടെ കാറ്റഗറി ഏതാണെന്ന് മനസ്സിലാക്കി വെക്കണം. നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കറക്റ്റ് കാറ്റഗറി വേണം എല്ലാവരും കൊടുക്കാൻ വേണ്ടി. രണ്ടാമത്തെ കേസ്. മൂന്നാമത്തെ കേസ് വരുമ്പോൾ ഫോൺ നമ്പർ. എല്ലാവരും കറക്റ്റ് ഫോൺ നമ്പർ ഒരിക്കലും തെറ്റിക്കാതെ, ഈ കാണുന്ന അപ്ലിക്കേഷൻ പ്രോസസ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സംഭവമാണ് നിങ്ങളുടെ ഫോൺ നമ്പറും നിങ്ങളുടെ മെയിൽ ഐഡിയും. ആ കാണുന്ന ഫോൺ നമ്പർ ഒന്നുകിൽ നിങ്ങളുടെ ഫോൺ നമ്പർ ആവണം, അല്ലെങ്കിൽ നിങ്ങളുടെ പാരന്റ്സിന്റെ ഫോൺ നമ്പർ. അതാണ് ഏറ്റവും സേഫ്. പിന്നെ ഒരു കാര്യം പറയണം, വിളിച്ചാൽ ഫോൺ എടുക്കണം. കറക്റ്റ് ആയിട്ട് സ്കൂളിലെല്ലാം തന്നെ വിളിക്കും. കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഫോൺ എടുക്കണം. അപ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഫോൺ ആവണം കൊടുക്കേണ്ടത്. ആ കാണുന്ന ഫോണിനകത്ത് മെസ്സേജുകൾ വരും. ആ കാണുന്ന മെസ്സേജ് എല്ലാം തന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ നോക്കണം. അപ്പൊ അതിനുവേണ്ടി കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫോൺ തന്നെ വേണം നിങ്ങൾ ഫോൺ നമ്പറെ കൊടുക്കേണ്ടത്. സോ മനസ്സിലാക്കണം, ഫോൺ നമ്പർ ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്, ആൻഡ് ദെൻ മെയിൽ ഐഡിയും നിങ്ങൾ കൊടുക്കുന്നതാണ് ഏറ്റവും സേഫ്. സോ ഈ കാണുന്ന 3 സംഭവങ്ങൾ നിങ്ങളൊന്ന് കയ്യിലെടുത്ത് വെക്കുക. അതേപോലെ തന്നെ കാറ്റഗറി സർട്ടിഫിക്കറ്റും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ്, അത് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്തുകൊണ്ട് അതും കൂടി ഒന്ന് കയ്യിലെടുത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കാം. ജൂൺ മാസം 3-ാം തീയതിയാണ് നമുക്ക് ഓൺലൈൻ അപ്ലിക്കേഷൻ പോസിബിൾ ആയിട്ട് വരുന്നത്. സോ ജൂൺ 3-ലേക്ക് ആരും വെക്കരുത്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്തുകൊണ്ട് ഫുൾ ഐറ്റം ഇപ്പോൾ സെറ്റാക്കി വെക്കുക. ജൂൺ 3 ആകുമ്പോൾ എല്ലാവരും കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താണ്, സൈറ്റ് എല്ലാം ഹാങ് ആയി പോവാം. അങ്ങനത്തെ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് ഒരാൾ പോലും എന്താണ് ജൂൺ 3-ലേക്ക് വെക്കരുത്. ഈ കാണുന്ന വീഡിയോ കാണുന്നു, നെക്സ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നു. നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീട്ടിലെ ഡെസ്ക്ടോപ്പ് ഉപയോഗിച്ചുകൊണ്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അവർ പറയുന്നുണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും, ഡെസ്ക്ടോപ്പ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ എന്ത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും പറയുന്നു. എന്നാൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഡെസ്ക്ടോപ്പ് ആണ്. ഞാൻ പ്രിഫർ ചെയ്യുന്നത് മൊബൈൽ ഫോൺ അല്ല. മൊബൈൽ ഫോണിനെക്കാളും നല്ലത് നമ്മളെന്താണ് ഡെസ്ക്ടോപ്പ് ഉപയോഗിച്ചുകൊണ്ട്, ലാപ്ടോപ്പോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വീടിന്റെ അടുത്തുള്ള നമ്മുടെ ഫ്രണ്ട്സിന്റെയോ അല്ലെങ്കിൽ ആരെങ്കിലും കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും സേഫ് ആണെന്ന് ഞാൻ പറയുന്നു. മൂവിങ് ഓൺ, എന്തെല്ലാമാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്? അതിനുവേണ്ടി എല്ലാവരും ആദ്യമായിട്ട് നമ്മുടെ സൈറ്റിലേക്ക് പോകണം. നമ്മുടെ സൈറ്റ് എല്ലാവർക്കും അറിയാമായിരിക്കും, www.hscap.kerala.gov.in. ഇതാണ് മക്കളെ നമ്മുടെ വെബ്സൈറ്റ് വരുന്നത്. സോ ഈ കാണുന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ചുകൊണ്ട് ആണ് നിങ്ങളുടെ പ്രോസസ് ആരംഭിക്കേണ്ടത്. വെബ്സൈറ്റിൽ പ്രവേശിക്കാം. നിങ്ങൾക്ക് അവിടെ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. സോ നമ്മുടെ വെബ്സൈറ്റിൽ പ്രവേശിച്ചതിന് ശേഷം ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എന്നാണ് ഒരു ഓപ്ഷൻ ഉണ്ടാകും. ആ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീനാണ് കാണിക്കുക. ഇതാണ് നമ്മൾ സ്ക്രീൻ ഉണ്ടാവുക. ആ കാണുന്ന സ്ക്രീനിൽ നമ്മളുടെ ഡിസ്ട്രിക്ട് ഏതാണെന്ന് സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. സെലക്ട് അപ്ലിക്കേഷൻ ഡിസ്ട്രിക്ട്. നമുക്ക് ഏത് ജില്ലയിലാണ് അപ്ലൈ ചെയ്യേണ്ടത് ആ കാണുന്ന ജില്ല നമ്മൾ എന്താണ് ഇവിടെ സെലക്ട് ചെയ്യണം. ആൻഡ് ദെൻ ഗൈസ് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ജില്ല തീരുമാനമായി. ആൻഡ് ദെൻ ശ്രദ്ധിക്കണം, നമ്മൾ ഏത് ജില്ലയിലാണ് അപ്ലൈ ചെയ്യേണ്ടത് ആ കാണുന്ന ജില്ലയാണ് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത്. മൂവിങ് ഓൺ, സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ വരുന്നത് ഇങ്ങനത്തെ ഒരു സ്ക്രീനാണ് കാണാൻ വേണ്ടി പോവാം. ഒറ്റ സ്ക്രീൻ, നമ്മുടെ ഡീറ്റെയിൽസും എല്ലാം തന്നെ കൊടുക്കാൻ വേണ്ടി പോകുന്ന ഒരു സ്ക്രീനാണ് കാണാൻ സാധിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഒന്നാമത്തെ സെലക്ട് സ്കീം. ആ കാണുന്ന സ്കീം ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ സ്കീം വരുന്നത് 1 ആണ്. 1 എന്ന് പറയുന്ന സ്കീമാണ് 2025-26 അക്കാദമിക്ക്. അതായത് നിങ്ങൾ ഇപ്പോൾ 10th സ്റ്റേറ്റ് ബോർഡ് പാസ്സായ വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളുടെ സ്കീം എന്ന് പറയുന്നത് 01 ആണ്. ഓക്കെ, ആ കാണുന്ന സ്കീം മാറാതെ തന്നെ കൊടുത്തോളൂ. CBSE വിദ്യാർത്ഥികൾക്കും ICSE വിദ്യാർത്ഥികൾക്കും എല്ലാം തന്നെ വേറെ സ്കീം ആയിരിക്കും ഉണ്ടാവുക. സ്റ്റേറ്റ് ബോർഡ് എക്സാമിനേഷൻ 2025-26 പാസ്സായ വിദ്യാർത്ഥിയാണെങ്കിൽ സ്കീം എന്ന് പറയുന്നത് 01 ആയിരിക്കും.
എല്ലാവരും ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് സ്കീം കാണാൻ വേണ്ടി സാധിക്കും. അതാണ് മക്കളെ ഇവിടെ കാണുക. ഇതാണ് നമ്മുടെ സ്കീം, സെലക്ട് സ്കീം. കണ്ടോ എന്ത് കിട്ടും ഇവിടെ? SLC 2025-26 അതാണ് നമ്മുടെ ഒന്നാമത്തെ സ്കീം വരുന്നത്. രണ്ടാമത്തെ 2007 മുതൽ 2025 വരെ. അങ്ങനെ കുറെ സ്കീമുകൾ ഉണ്ട്. നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഫസ്റ്റ് സ്കീം ആയിട്ടുള്ള 2025-26. ഇത്തവണ ക്ലാസ് 10 സ്റ്റേറ്റ് ബോർഡ് എക്സാം പാസ്സായ വിദ്യാർത്ഥികൾ അവരുടെ 1 ചൂസ് ചെയ്യുക. മൂവ് ഓൺ. ഞാൻ ബാക്കിയിലേക്ക് മുന്നാണ് നമുക്കത് ഇവിടെ രജിസ്ട്രേഷൻ നമ്പർ ഞാൻ പറഞ്ഞിരുന്നു. നമ്മുടെ SLC സർട്ടിഫിക്കറ്റിനകത്ത് രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാകും. ആ കാണുന്ന നമ്പർ വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് നോക്കിക്കൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്യണം. ഈ കാണുന്ന കോളത്തിനകത്ത്, ഈ ബോക്സിനകത്ത്. ആൻഡ് ദെൻ ടൈപ്പ് ചെയ്യുമ്പോൾ അവിടെ ഇങ്ങനെ സ്റ്റാർ ഓപ്ഷനിലേക്ക് വരാം. സ്റ്റാർ ഓപ്ഷൻ കണ്ടു പേടിക്കണ്ട, അങ്ങനെ വരുള്ളൂ. ഓക്കെ. ആൻഡ് ദെൻ താഴെ എന്ത് ചെയ്യും? താഴെ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമ്പേഴ്സ് എന്ന ഫോർമാറ്റിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. ഓക്കെ. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ നമ്പേഴ്സ് ഫോർമാറ്റിൽ താഴെ അത് കൺഫർമേഷൻ ആയിട്ട് നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുന്നു. ആൻഡ് ദെൻ അടുത്ത് കാൻഡിഡേറ്റ് നെയിം. നിങ്ങളുടെ SLC സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണ് പേര് വരുന്നത്, നിങ്ങളുടെ SLC സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണ് പേര്, അതുപോലെ തന്നെ വേണം നിങ്ങളുടെ ഇവിടെയും പേര് കൊടുക്കുവാൻ വേണ്ടി. ചിലരൊക്കെ ഉണ്ടല്ലോ ആധാർ കാർഡിൽ വേറെ പേര്, വേറെ സ്ഥലത്ത് വേറെ പേര്, പക്ഷെ ഇവിടെ SLC പേര് എന്താണോ അത് വേണം എല്ലാവരും ടൈപ്പ് ചെയ്യാനായിട്ട്. മൂവിങ് ഓൺ. കാൻഡിഡേറ്റ് നെയിം വീണ്ടും ഒന്നും ടൈപ്പ് ചെയ്യാം. ശ്രദ്ധിക്കണം, ഈ കാണുന്ന ഭാഗത്ത് ടൈപ്പ് ചെയ്യുമ്പോഴും ഇതേപോലെ ഇങ്ങനെ ഒരു സ്റ്റാർ പോലെയാണ് കാണാൻ വേണ്ടി സാധിക്കാം. ആൻഡ് താഴെ നമുക്ക് എന്താണ് വളരെ വ്യക്തമായിട്ട് നമ്മുടെ പേര് വീണ്ടും കാണാൻ വേണ്ടി സാധിക്കും. അടുത്തേക്ക് പോകുമ്പോൾ മന്ത് ഓഫ് പാസ്. നമ്മൾ പാസ്സായ മാസം അത് 3 ആയിരിക്കും ഉണ്ടാവുക. 3 മന്ത് ഓഫ് പാസ് മാർച്ചാണ്. മാർച്ച് മാസമാണ് പാസ്സായിരിക്കുന്നത്, അതുകൊണ്ട് 3 എന്നെല്ലാവരും ടൈപ്പ് ചെയ്യുക. ഇയർ ഓഫ് പാസ്. പാസ്സായ ഇയർ നമുക്കത് 2026 പാസ്സായിരിക്കുന്നത്. സോ 2026 എന്ത് ചെയ്യുക? എല്ലാവരും ടൈപ്പ് ചെയ്യുക. മൂവിങ് ഓൺ. ഡേറ്റ് ഓഫ് ബർത്ത്. വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ SLC സർട്ടിഫിക്കറ്റ് ഉള്ള ഡേറ്റ് ഓഫ് ബർത്ത് എന്താണോ ആ കാണുന്ന ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ എല്ലാവരും ഇവിടെ കൊടുക്കണം. അവിടെ നമുക്ക് എന്ത് ചെയ്യും? ഇതേപോലെ സ്റ്റാർ ഇട്ടാണ് വരിക. ആൻഡ് ആ കാണുന്ന ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ നിങ്ങൾക്ക് വീണ്ടും ടൈപ്പ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഒന്നുകൂടി ടൈപ്പ് ചെയ്ത് നമ്മളാണ് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ കൺഫേം ചെയ്യുന്നതായിരിക്കും. മൂവിങ് ഓൺ. മൊബൈൽ നമ്പർ. ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്, മൊബൈൽ നമ്പർ. തെറ്റാതെ വളരെ ശ്രദ്ധിച്ച് കൊടുക്കുന്ന നമ്പർ ഏതാണോ അവരോട് പറയണം. ഇങ്ങനെ ഫോൺ കോളൊക്കെ വരും, എന്തായാലും അറ്റൻഡ് ചെയ്യണം. അച്ഛൻ ഇപ്പോൾ ചിലപ്പോൾ വർക്ക് പ്ലേസിലായിരിക്കാം, അമ്മ ചിലപ്പോൾ വർക്ക് പ്ലേസിലായിരിക്കാം. അവരോട് പറയണം ഈ സമയങ്ങളിൽ മെസ്സേജ് വരും, ഒന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പൊ അതുകൊണ്ട് ഈ കാണുന്ന ഫോൺ നമ്പർ ഏതാണ് കൊടുക്കുന്നത് ആ കാണുന്ന ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുക. കോഡൊന്നും ഉപയോഗിക്കേണ്ട. സാധാരണ നമ്മളിപ്പോ 9447380623 എന്ന് പറഞ്ഞ നമ്പർ പോലെ തന്നെ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക, കഴിഞ്ഞു. ആൻഡ് ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ നമ്മൾ ആ കാണുന്ന ഫോൺ നമ്പർ കൺഫേം ചെയ്യുന്നു. കൺഫേം ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ നമ്പർ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ. ഇവിടെ നമുക്ക് എന്താണ് നമ്പർ കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. ഇങ്ങനെ എന്താണ് നമ്പർ കാണാൻ പറ്റും. മോഡ് ഓഫ് അപ്ലിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ സബ്മിഷൻ മോഡ് അത് ഓൺലൈൻ മോഡാണ് വരുന്നത്. ആൻഡ് ദെൻ ഫൈനലി എന്താണ് മക്കളെ? ടൈപ്പ് ദി കോഡ് ഷോൺ ബിലോ. ഇവിടെ ക്യാപ്ചർ ഉണ്ടാവും, നമ്മൾ എന്ത് ചെയ്യുന്നു? ടൈപ്പ് ചെയ്യുന്നു. ആൻഡ് ദെൻ സബ്മിറ്റ് ഓപ്ഷൻ ഉണ്ട്, സബ്മിറ്റ് ചെയ്യുന്നു, കഴിഞ്ഞു. ഇത്രമേൽ ആണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ കാണുന്ന സ്ക്രീനിനകത്ത് കാണുന്ന ഒരു കാര്യം പോലും നിങ്ങൾ മാറ്റി പ്ലേസ് ചെയ്യരുത്, അത് പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഓരോ കാര്യവും ടൈപ്പ് ചെയ്ത് മുന്നോട്ട് പോകാം. പിന്നെ പേരെഴുതുമ്പോൾ നമ്മുടെ SLC ബുക്കിനകത്ത് കുത്തുണ്ടെങ്കിൽ കുത്തിട്ടോ. ഫോർ എക്സാമ്പിൾ അഫ്നാസ് AK എന്നെ പേര്. അപ്പോൾ അഫ്നാസ് AK എഴുതുമ്പോൾ AFNAS കേട്ടോ. അപ്പൊ ഇങ്ങനെ തന്നെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ പേര് എഴുതാൻ വേണ്ടി ശ്രമിക്കരുത് പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ പോകും നമ്മുടെ അടുത്ത സ്ക്രീനിലേക്ക്. സബ്മിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് നേരെ ഇങ്ങനെ കാണും. ഇതാണ് സംഭവം. നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് OTP ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്ഥലം ഉണ്ടാവും, സെൻഡ് OTP. കണ്ടോ, നമ്മുടെ ജില്ല ഉണ്ടാവും ഇവിടെ, അപ്ലൈ ജില്ല. നമ്മുടെ നമ്പർ ഉണ്ടാവും, രജിസ്റ്റർ നമ്പർ ഉണ്ടാവും, സ്കീം ഉണ്ടാവും ഇവിടെ. നമ്മുടെ സ്കീം ഇവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് 01 ആയിരിക്കും, 01. ആൻഡ് ദെൻ നമ്മൾ പാസ്സായ ഇയർ ഉണ്ടാവും, 2026 കാണിക്കും. നമ്മുടെ ഫോൺ നമ്പർ ഇവിടെ കാണിക്കും. സെൻഡ് OTP ക്ലിക്ക് ചെയ്യുന്നു, OTP നമ്മുടെ ഫോണിലേക്ക് വരുന്നു. ആൻഡ് ദെൻ OTP ഒന്ന് നമുക്ക് ഇവിടെ OTP ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും. ആ കാണുന്ന സ്ഥലത്ത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ OTP ടൈപ്പ് ചെയ്യണം. ഇവിടെ സമയമെല്ലാം തന്നെ കാണിക്കും. OTP വരുന്നു, ടൈപ്പ് ചെയ്യുന്നു, സബ്മിറ്റ് OTP കൊടുക്കുന്നു. നമുക്ക് നേരത്തെ ഇങ്ങനത്തെ ഒരു സ്ക്രീൻ ഇവിടെ കാണിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ഇനി നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്ന സ്ക്രീൻ. ഈ കാണുന്ന സ്ക്രീനകത്ത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഇവിടെ നിങ്ങൾക്ക് ന്യൂ പാസ്വേഡ്, നമുക്ക് പാസ്വേഡ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും. ആ കാണുന്ന സ്ഥലത്ത് നിങ്ങൾ പാസ്വേഡ് കൊടുക്കാം. ആ കാണുന്ന സെയിം പാസ്വേഡ് എന്ത് ചെയ്യുന്നു? നമ്മൾ താഴെ കൊടുക്കുന്നു, കൺഫേം ചെയ്യുന്നു. അപ്പൊ ചോദ്യം വന്നു, എങ്ങനെയാണ് പാസ്വേഡ് കൊടുക്കേണ്ടത്? പാസ്വേഡ് പ്രത്യേകതകളുണ്ടോ? ഉണ്ട്. ആ കാണുന്ന പാസ്വേഡിനകത്ത് ഒരു അപ്പർ കേസ് മിനിമം വേണം.
അപ്പർ കേസ് മീൻസ് ക്യാപിറ്റൽ ലെറ്റർ അറ്റ്ലീസ്റ്റ് ഒരെണ്ണം വേണം. ഫോർ എക്സാമ്പിൾ എന്റെ പേര് അഫ്നാസ് ആണെങ്കിൽ ക്യാപിറ്റൽ എ ഉപയോഗിച്ചു. ഓക്കെ, ഞാൻ ബാക്കി എന്ത് ചെയ്യുന്നു, ഞാൻ സ്മോൾ അടിച്ചു അഫ്നാസ്. അപ്പൊ എന്തായി, ഒരു ക്യാപിറ്റൽ വന്നു, ബാക്കി സ്മോൾ, അഥവാ ഒരു അപ്പർ കേസ് വന്നു ആൻഡ് ബാക്കി എന്താണ്, അറ്റ്ലീസ്റ്റ് ഒരു ലോവർ കേസ് വന്നു. അപ്പൊ അപ്പർ കേസ് ഒരെണ്ണം വേണം, ലോവർ കേസ് ഒരെണ്ണം വേണം. അതാണ് ഇവിടെ പറഞ്ഞ കണ്ടീഷൻ. അപ്പർ കേസ് ഒരെണ്ണം, ലോവർ കേസ് ഒരെണ്ണം. കഴിഞ്ഞില്ല, ഒരു നമ്പറും ഉണ്ടാവണം, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടാവണം. അപ്പൊ ഈ കാണുന്ന ഒരു സ്പെഷ്യൽ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഏറ്റവും സിമ്പിൾ ഒരു പാസ്വേഡ് ഞാൻ പറഞ്ഞുതരാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. അഫ്നാസ് അടിക്കാം, അറ്റടിക്കാം. അറ്റെന്താണ്, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ആണ്. ഇനി ജനിച്ച കൊല്ലം അല്ലെങ്കിൽ 2020 അടിക്കാം, പരിപാടി കഴിഞ്ഞു. അപ്പൊ എന്തായി, നമ്പറായി, ലോവർ കേസായി, അപ്പർ കേസായി, സ്പെഷ്യൽ ക്യാരക്ടറായി, മിനിമം 8 അക്ഷരം വേണം, 8 അക്ഷരമുണ്ട്. അപ്പൊ അത്തരത്തിൽ എല്ലാം തന്നെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന ഇങ്ങനെ പാസ്വേഡ് ഉണ്ടാക്കുക. അതാണ് ഏറ്റവും സേഫ്, ഏറ്റവും സേഫ്. ആൻഡ് ദെൻ നമ്മുടെ അപ്ഡേറ്റ് ഓപ്ഷൻ വരും, അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇതാണ് കാണുക. ഞാൻ ഈ കാണുന്ന ഒരു പീസ്, ഈ കാണുന്ന ഒരു ഭാഗം വീണ്ടും ഒന്ന് ബെല്ലായി കാണിച്ചാണ്. ഈ കാണുന്ന ഒരു ഭാഗം വീണ്ടും എന്ത് ചെയ്തു, ഞാൻ താഴെ ഒന്ന് ബെല്ലാക്കി കാണിച്ചു. അതാണിത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു മക്കളെ, നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നേരത്തെ പോകുന്നത് ഇങ്ങനത്തെ ഒരു സ്ക്രീനിലേക്കാണ്. ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം. ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, താഴെ നമുക്കൊരു നമ്പർ ഉണ്ടാവും, അപ്ലിക്കേഷൻ നമ്പർ. കണ്ടോ, അതാണ് നമ്മുടെ യൂസർ നെയിം. അപ്പൊ ഇനി മുതൽ നമ്മുടെ യൂസർ നെയിം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്ലിക്കേഷൻ നമ്പർ ഏതാണോ അതാണ് യൂസർ നെയിം. ഈ നമ്പർ എല്ലാവരും എന്ത് ചെയ്യാം, എഴുതിയെടുക്കാം. ഈ നമ്പർ എഴുതി സൂക്ഷിക്കാം. ചിലപ്പോൾ എന്ത് ചെയ്തോളൂ, വേണമെങ്കിൽ നമ്മുടെ പാരന്റ്സിന് വാട്സപ്പ് ചെയ്തോളൂ, അതല്ലെങ്കിൽ മെയിൽ ചെയ്തോളൂ, അതല്ലെങ്കിൽ ഒരു 5-6 സ്ഥലത്ത് എഴുതി വെച്ചോ. കാരണം ഇത് നമ്മുടെ മെയിൻ ആണ്, ഇത് ഗംഭീര മെയിൻ ആണ്. അടുത്ത കാര്യം, പാസ്വേഡ് എഴുതി വെച്ചോളൂ, പാസ്വേഡ് മറക്കരുത്. പിന്നെ നമുക്ക് നമ്മുടെ ജില്ല അറിയാലോ, ആ കാണുന്ന ജില്ലയും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. കഴിഞ്ഞു. ഇതാണ് നമ്മുടെ അപ്ലിക്കേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, ഫസ്റ്റ് പ്രോസസ് അവസാനിച്ചു. നമ്മളിപ്പോ എന്ത് ചെയ്തു, നമ്മുടെ ID ക്രിയേറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം, നമ്മൾ ലോഗിൻ ചെയ്യണം. അതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നേരെ കാണാൻ പറ്റും താഴെ കാൻഡിഡേറ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്യാം. അപ്പൊ എന്തായി, നമ്മൾ നേരെ ലോഗിൻ ചെയ്ത് ഈ സ്റ്റെപ്പിലേക്ക് പോകും. ഇങ്ങനെയാണ് കാണിക്കാതെ കാൻഡിഡേറ്റ് ലോഗിൻ. ഇവിടെ ലോഗിൻ ഉണ്ടാവും, ക്യാൻസൽ ഉണ്ടാവും, എല്ലാം തന്നെ ഉണ്ടാവും. ആൻഡ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ യൂസർ നെയിം അഥവാ നമ്മുടെ അപ്ലിക്കേഷൻ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. താഴെ എന്ത് ചെയ്യുന്നു, നമ്മുടെ പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നു. ആൻഡ് അതിനുശേഷം നമ്മൾ ഏത് ജില്ലയാണ് അപ്ലൈ ചെയ്യുന്നത്, ആ കാണുന്ന ജില്ല നമ്മൾ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. ലോഗിൻ കഴിഞ്ഞു. ലോഗിൻ നമുക്ക് എന്ത് കിട്ടും, ലോഗിൻ ചെയ്യുമ്പോൾ ഇനി കാണുന്നത് ഇങ്ങനത്തെ സ്ക്രീൻ ആയിരിക്കും. ഇതാണ് നമ്മുടെ സ്ക്രീൻ കാണാൻ വേണ്ടി പോകുന്നത്. ഇതിനകത്ത് നമ്മളോട് നമുക്കറിയാം, അപ്ലിക്കേഷൻ സബ്മിഷൻ നമ്മൾ ചെയ്തിട്ടില്ല. സബ്മിഷൻ ചെയ്താൽ ഇവിടെ കാണിക്കുമായിരുന്നു, ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഇവിടെ നമ്മൾ അപ്ലിക്കേഷൻ നമ്പറും അതേപോലെ തന്നെ നമ്മുടെ പേരും പിന്നെ നമ്മുടെ സ്കീമും അതേപോലെ എല്ലാം കാണിക്കുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ ഇത് ചെയ്യേണ്ടത്, ഇവിടെ താഴെ കാണാൻ പറ്റും അപ്ലൈ ഓൺലൈൻ. അതൊന്ന് ക്ലിക്ക് ചെയ്യാം, ജസ്റ്റ് ക്ലിക്ക് ഇറ്റ്. അപ്ലൈ ഓൺലൈൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നേരത്തെ ഇത്തരത്തിലൊരു വലിയൊരു സ്ക്രീൻ കാണാൻ പറ്റും. കുറെ സംഭവങ്ങൾ ഫില്ല് ചെയ്യേണ്ട, കുറെ കാര്യങ്ങൾ ഉള്ള ഒരു വലിയ സ്ക്രീൻ എന്താണെന്ന് മക്കളെ ഇവിടെ നിന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇതിലെ ഒന്നാമത്തെ സ്ക്രീൻ ഓൾറെഡി നമ്മൾ ഫില്ല് ചെയ്തതാണ്. നമ്മളിത് ഓൾറെഡി മുമ്പ് ഫസ്റ്റ് ടൈം തന്നെ ഫില്ല് ചെയ്തതാണ്. ഇതിനകത്ത് നമുക്ക് നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാകും, അതേപോലെ തന്നെ മന്ത് ഓഫ് പാസ് ഉണ്ടാകും, ഇയർ ഓഫ് പാസ് ഉണ്ടാകും, ബോർഡ് എക്സാം ഏത് വർഷം പാസ്സായിരുന്നുണ്ടാകും, ആൻഡ് ദെൻ ബോർഡ് എക്സാം പാസ്സായോ ഉണ്ടാവും. യെസ്, ബോർഡ് എക്സാം പാസ്സായിട്ടോ അത് കൊടുക്കുക. ആൻഡ് ഫൈനൽ എന്ത് ചെയ്യാൻ മക്കളെ, നമുക്ക് അവിടെ നമ്പർ ഓഫ് ചാൻസ്, എത്ര ചാൻസിൽ എക്സാം പാസ്സായി, ഫസ്റ്റ് ചാൻസിൽ, അതുകൊണ്ട് 1 എഴുതാം. ഇനി നിങ്ങൾ ആരെങ്കിലും ചിലപ്പോൾ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ കാണുന്ന പ്രോസസ് ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോൾ സേ പരീക്ഷ എഴുതി പാസ്സായിട്ടുണ്ടെങ്കിൽ അപ്പോഴും എഴുതണം നമ്പർ ഓഫ് ചാൻസ് 1. ആ നിമിഷം നമ്പർ ഓഫ് ചാൻസ് 2 അല്ല. നിങ്ങളുടെ ഇയർ നഷ്ടപ്പെടാൻ മാത്രമാണ് നമുക്ക് നമ്പർ ഓഫ് ചാൻസ് മാറുക. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ പാസ്സായെങ്കിൽ നമ്പർ ഓഫ് ചാൻസ് 1, സേ എക്സാം എഴുതി പാസ്സായാലും നമ്പർ ഓഫ് ചാൻസ് 1, ഇയർ ലോസ് ആയ ആരെങ്കിലും കാണുന്ന വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ചാൻസ് 2 ആണ് കേട്ടോ. ആൻഡ് ദെൻ മൂവിങ് ഓൺ, ബാക്കിയിലേക്ക് പോകുന്നു. അപ്പൊ ആ കാണുന്ന സംഭവമാണ് മക്കളെ ഇവിടെ പറയുന്നത് കേട്ടോ. ഇതാണ് നമുക്ക് നമ്മുടെ അപ്ലിക്കേഷൻ നമ്പറും ഓക്കെ, ഈ പറയുന്ന സംഭവം എല്ലാം തന്നെ ഇതിനകത്ത് ഉണ്ടാകും. നമ്മുടെ ഓൺലൈൻ അപേക്ഷയിൽ ആദ്യമായി വിദ്യാർത്ഥി 10ാം തരം പഠിച്ച സ്കൂളിന്റെ വിവരങ്ങൾ നൽകുക. ഓക്കെ, വിദ്യാർത്ഥി 10ാം തരം പഠിച്ച സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ ആണെങ്കിൽ സെലക്ട് ലിസ്റ്റിൽ നിന്നും പ്രിസർവ് സ്കൂൾ തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ അതേഴ്സ് തിരഞ്ഞെടുക്കുക. ഓക്കെ, നമ്മൾ പഠിച്ച സ്കൂൾ എന്താണ്, SLC മാത്രമുള്ള സ്കൂളാണ്. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അതേഴ്സ് കൊടുക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ എടുത്ത സ്കൂൾ തന്നെ കൊടുക്കാൻ വേണ്ടി പറയുന്നത്.
മൂവിങ് ഓൺ. നേരെ പോയി നമ്മുടെ ഇതാണ് നമ്മുടെ ആ കാണുന്ന ഒരു പേജ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഈ സംഭവം ഇത് ഫുള്ള് അതാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഇതാണ് സംഭവം. ഇതിനകത്ത് ക്വാളിഫൈ എക്സാം ഓൾറെഡി ഉണ്ടാകും, ഇതുണ്ടാകും, ഇതുണ്ടാകും, ഇതുണ്ടാകും. ഇവിടെ എന്ത് ചെയ്യാ, ക്ലിക്ക് ചെയ്യുമ്പോൾ യെസ് നോ ഉണ്ടാകും. ബോർഡ് എക്സാം പാസ്, യെസ് എന്തായാലും പാസ് ആയിട്ടുണ്ടല്ലോ. ആൻഡ് നമ്പർ ഓഫ് ചാൻസ് ഇവിടെ കൊടുക്കാം 1. മൂവിങ് ഓൺ. അടുത്തേക്ക് എത്തി. ചാൻസ് നമ്പർ 10 യോഗ്യതാ പരീക്ഷ എത്ര തവണ പാസ്സായത്, എത്രാം തവണ പാസ്സായത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കഴിഞ്ഞ കാര്യമാണ്. ഞാൻ ഇതിനെ പറ്റി കൂടുതൽ ഇനി പറയുന്നില്ല. മൂവിങ് ഓൺ. അടുത്തായി വിദ്യാർത്ഥിയുടെ പേര്, ജെൻഡർ, കാസ്റ്റ്, കാറ്റഗറി തുടങ്ങിയ വിവരങ്ങൾ നൽകുക. കാറ്റഗറി 2 and 3 വിശദമായി പരിശോധിച്ചു. അതായത് നമ്മുടെ കാറ്റഗറി ഏതാണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ കാറ്റഗറി ഈ പറയുന്ന ഒരുപാട് കാസ്റ്റ് ആൻഡ് കാറ്റഗറീസ് ഉണ്ട്. ആ കാണുന്ന കാറ്റഗറി വളരെ കൃത്യമായിട്ടുള്ള മാർക്ക് ചെയ്യണം. ആൻഡ് നിങ്ങളുടെ പാരന്റ്സിന്റെ പേര്, ഗാർഡിയന്റെ പേര്, അതേപോലെ തന്നെ മദേഴ്സ് നെയിം, ഫാദേഴ്സ് നെയിം, ഇത് 3 അടുത്ത ആവശ്യമുള്ള കാര്യം. പിന്നെ ആധാർ നമ്പർ ഉണ്ടെങ്കിൽ, ആധാർ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആധാർ നമ്പറും കൂടി ടൈപ്പ് ചെയ്യണം. ആധാർ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോഴും ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇതാണ് നമുക്ക് ഈ പറയുന്ന സെക്കൻഡ് കോളം. നോക്കൂ, സെക്കൻഡ് ബോക്സ് ആണ് പറയുന്നത്. ഇതാണ് സെക്കൻഡ് ബോക്സ്. ഈ പേഴ്സണൽ ഡീറ്റെയിൽസ്, ആ കാണുന്ന സെക്കൻഡ് ബോക്സിന്റെ ഒരു വലിയ രൂപമാണ് ഇത്. യെസ്, വലിയ രൂപം. ആൻഡ് അവിടെ നമ്മൾ എന്താണ്, നമ്മുടെ പേര് കൊടുക്കുന്നു, നമ്മുടെ ജെൻഡർ, നമ്മുടെ കാസ്റ്റ്, നമ്മുടെ കമ്മ്യൂണിറ്റി, റിലീജിയൻ, ഡേറ്റ് ഓഫ് ബർത്ത്, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, ഗാർഡിയൻസ് നെയിം ആൻഡ് ആധാർ നമ്പർ. നിങ്ങൾക്ക് ആധാർ ഉണ്ടെങ്കിൽ ആധാർ നമ്പറും അവിടെ പ്ലേസ് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മൾ ഫുൾ അവിടെ ഫില്ല് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അതിലത്തെ അടുത്തൊരു ബോക്സിലേക്ക് പോകുന്നു. നെക്സ്റ്റ് ബോക്സ് നമ്മൾക്ക് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി ആണോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡിസബിലിറ്റി ഉണ്ടോ, അത്തരത്തിൽ കോളമാണ്. ഇല്ലെങ്കിൽ ഇല്ല എന്ന് കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നേരെ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. മൂവിങ് ഓൺ. അടുത്തായി വിദ്യാർത്ഥിയുടെ ജില്ല, താലൂക്ക്, പഞ്ചായത്ത് എന്നിവ രേഖപ്പെടുത്തലാണിത്. അതായത് നമ്മൾ ഏത് ജില്ലയിൽ താമസിക്കുന്നു, റെസിഡന്റ് സ്റ്റേറ്റ് ഏതാണ്, സംസ്ഥാനം, റെസിഡന്റ് ഡിസ്ട്രിക്ട് നമ്മുടെ ജില്ല ഏതാണ്, അതായത് നമ്മളിപ്പോൾ താമസിക്കുന്ന ജില്ല ഏതാണ്, നമ്മുടെ സംസ്ഥാനം ഏതാണ്, നമ്മുടെ താലൂക്ക് ഏതാണ്, നമ്മുടെ ലോക്കൽ ബോഡി പഞ്ചായത്താണ്, പഞ്ചായത്തിന്റെ പേര്, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി പേര്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കോർപ്പറേഷന്റെ പേര്, ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ എല്ലാം ടൈപ്പ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ നേരെ ഇനി പോകാൻ വേണ്ടി പോകുന്നത് നമ്മുടെ അഡ്രസ്സിന്റെ ഭാഗത്തേക്കാണ്. അപ്പൊ നിങ്ങളെ പെർമനന്റ് അഡ്രസ് ടൈപ്പ് ചെയ്യാം. ഏതാണോ പെർമനന്റ് അഡ്രസ് ആ ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്തതിനു ശേഷം ഇനി പെർമനന്റ് അഡ്രസ്സും നിങ്ങളുടെ കോണ്ടാക്ട് ചെയ്യുന്ന അഡ്രസ്സും സെയിം ആണെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, സെയിം ആസ് പെർമനന്റ്. ഈ കാണുന്ന താഴെ കാണുന്നതാണ്, അത് കമ്മ്യൂണിക്കേഷൻ അഡ്രസ് ആണ്. അപ്പോൾ മേലെയുള്ള അഡ്രസ്സും അഥവാ നമ്മുടെ പെർമനന്റ് അഡ്രസ്സും നമ്മുടെ കോണ്ടാക്ട് അഡ്രസ്സും സെയിം ആണെങ്കിൽ സെയിം ആസ് പെർമനന്റ് ടിക്ക് ചെയ്യാം. ദാറ്റ്സ് ഓൾ, കഴിഞ്ഞ പരിപാടി. അപ്പൊ ഇത് ഓട്ടോമാറ്റിക്കലി ഈ കാണുന്ന ഭാഗം ഫില്ല് ചെയ്ത് വരുന്നതായിരിക്കും. അടുത്ത ബോക്സ് മക്കളെ, ഗ്രേസ് മാർക്ക് അവാർഡ്. ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, ഗ്രേസ് മാർക്ക് ഇല്ലെങ്കിൽ നോ എന്ന് പറയാം. ഇതെല്ലാം തന്നെ ഞാൻ പറയുന്നു, ഈ കാണുന്ന വലിയ ബോക്സ് ഉണ്ടല്ലോ, വലിയ ബോക്സിന്റെ സ്പ്ലിറ്റ് അപ്പ് ആണ് ഞാൻ പറയുന്നത്. ഇതാണ് ഗ്രേസ് മാർക്കിന്റെ പ്ലേസ്. ഇത് പേഴ്സണൽ ആയിരുന്നു, ഇത് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി ഭാഗമായിരുന്നു, ഇത് നമ്മുടെ താലൂക്കും അതേപോലെ തന്നെ എല്ലാം പറയുന്ന ഭാഗമായിരുന്നു, ഇത് നമ്മുടെ അഡ്രസ്സും കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിന്റെ ഭാഗമായിരുന്നു. ഇനി ഈ കാണുന്ന ഭാഗം ഗ്രേസ് മാർക്കിന്റെ ഭാഗമാണ്. ഇനി NSS NCC അതിന്റെ ഭാഗമാണിത് ഇവിടെ പറയുന്നത്. ആൻഡ് NS ഉണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ട് കൊടുക്കുക, സ്റ്റുഡന്റ് പോലീസും ഉണ്ടെങ്കിൽ എല്ലാം തന്നെ എന്താണ് അവിടെ നിങ്ങൾ കൊടുക്കേണ്ടതാണ്. ഇനി ലിറ്റിൽ കൈറ്റ്സ് മെമ്പേഴ്സ് വിത്ത് എ ഗ്രേഡ്. എ ഗ്രേഡ് നമുക്ക് എന്താണ്, ലിറ്റിൽ കൈറ്റ്സിൽ കിട്ടിയാൽ എന്ത് ചെയ്യാം, ടിക്ക് ഇടാൻ പറ്റും, അല്ലെങ്കിൽ ഇടാൻ പറ്റില്ല. ഇതെല്ലാം തന്നെ ശ്രദ്ധിക്കണം. വെറുതെ ടിക്കറ്റ് കൊടുക്കരുത്. കാരണം ഇതിന്റെ എല്ലാത്തിന്റെയും സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യും. വെരിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആ നിമിഷം ഈ കാണുന്ന നമ്മൾ എലിജിബിൾ അല്ലെങ്കിൽ നമ്മുടെ അപേക്ഷയ്ക്കകത്ത് വലിയ പ്രശ്നമുണ്ടാകും, തള്ളിപ്പോകും കേട്ടോ. അത് ഇപ്പോഴല്ല, ഭാവിയിൽ നമ്മൾ അലോട്ട്മെന്റ് കഴിഞ്ഞ് നമ്മൾ സ്കൂൾ പ്രവേശിക്കുമ്പോഴാണ് ഇത് ഇഷ്യൂ ആയിട്ട് മാറാം. അപ്പൊ അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ടും സർട്ടിഫിക്കറ്റ്സ് നോക്കി മാത്രം അപ്ലോഡ് ചെയ്യാം. പിന്നെ വരുന്ന നമ്മുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, പാർട്ടിസിപ്പേഷൻ ഇൻ സ്പോർട്സും അതേപോലെ തന്നെ യൂത്ത് ഫെസ്റ്റിവലും. പിന്നെ ഇവിടെ ഉള്ളത് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണ്. അതിലിപ്പോ NMMS എക്സാമിനേഷൻ ഉണ്ട്, അതേപോലെ USS ഉണ്ട്, LSS ഉണ്ട്, NTSC ഉണ്ട്, പിന്നെ നമ്മുടെ സയൻസ് ഫെയറും സോഷ്യൽ ഫെയറും അതേപോലെ സ്റ്റേറ്റ് മാത്സ് ഫെയറും സ്റ്റേറ്റ് IT ഫെയറും എല്ലാം എന്താണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കാണുന്ന കോളം നിങ്ങൾ ഫില്ല് ചെയ്യാം. ഉണ്ടെങ്കിൽ മാത്രം ഫില്ല് ചെയ്യാം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒഴിവാക്കി വിടാം കേട്ടോ. ഇത് ഫില്ല് ചെയ്തതിലും കുഴപ്പമില്ല, ഒഴിവാക്കി വിടുന്ന കേസാണെങ്കിൽ ഒഴിവാക്കി വിട്ടോളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ആ ഒരു ഭാഗം പറയാൻ വേണ്ടി ഉണ്ടായിരുന്നത്.
ഓക്കെ, അങ്ങനെ അത് ഫുള്ള് കഴിയുമ്പോൾ താഴെ ഒരു ചെറിയ ഭാഗം കൂടി ബാക്കിയുണ്ട്. എനിക്കറിയാം, ഞാൻ ആ കാണുന്ന ഭാഗം മനഃപൂർവ്വം കാണിക്കാനാണ്. ഇതാണ് നമുക്ക് ആ കാണുന്ന ഓരോ പീസുകളാണ് പറയുന്നത്. ദേ NCC NSS ന്റെ ഭാഗം ഇവിടെ വന്നു, എക്സ്ട്രാ കരിക്കുലർ ആൻഡ് ദെൻ കോ കരിക്കുലർ ആക്ടിവിറ്റീസ്. മൂവിങ് ഓൺ, ഇതാണ് നമുക്ക് ലാസ്റ്റ് ഉള്ളത്. നമ്മുടെ EWS കാറ്റഗറി ഉണ്ടെങ്കിൽ ഇവിടെ യെസ് ഓർ നോ കൊടുക്കാം. ആൻഡ് ദെൻ ഫൈനൽ എന്താണ് മക്കളെ, സബ്മിറ്റ് ഡീറ്റെയിൽസ്. ഓക്കെ, ഈ പറയുന്ന സബ്മിറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ്, നമുക്കിത് ഇത്തരത്തിൽ ഇങ്ങനത്തെ ഒരു സ്ക്രീൻ വരും. ഈ കാണുന്ന സ്ക്രീൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മളുടെ SSLC മാർക്ക് ടൈപ്പ് ചെയ്യാനുള്ള സ്ഥലം. A+ ആണോ, A ആണോ, B ആണോ, C ആണോ, നമ്മുടെ ഗ്രേഡ് നമ്മൾ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്യുക. കിട്ടിയ ഗ്രേഡ് വളരെ വ്യക്തമായിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റ് നോക്കിക്കൊണ്ട് എല്ലാവരും ഈ കാണുന്ന ഭാഗത്ത് ടൈപ്പ് ചെയ്ത് വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ ഗ്രേഡ് ഏതാണെന്ന് വീണ്ടും ഒന്നുകൂടി വെരിഫൈ ചെയ്തതിനു ശേഷം മാത്രം എന്ത് ചെയ്യുക, സബ്മിറ്റ് എന്ന ഓപ്ഷൻ ഉണ്ടാകും, സബ്മിറ്റ് ചെയ്യാം. ദാറ്റ്സ് ഓൾ. മൂവിങ് ഓൺ. ആൻഡ് ദെൻ അവസാന സംഭവമാണ് മക്കളെ, ലാസ്റ്റ് വൺ, നമ്മുടെ സ്കൂൾ. ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ്, ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്, നമ്മുടെ സ്കൂൾസ്. നമ്മുടെ സ്കൂളിന്റെ കോഡ് ടൈപ്പ് ചെയ്യുന്ന നമ്മുടെ പ്രിഫറൻസ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ, അലോട്ട്മെന്റിന്റെ തീരുമാനിക്കുന്ന മുമ്പ് തന്നെ എന്ത് ചെയ്യണം, നമ്മുടെ ലിസ്റ്റ്, നമ്മുടെ പ്രയോറിറ്റി നമ്മൾ തീരുമാനിക്കണം. ഏതെല്ലാം സ്കൂൾസിലാണ് പോകാൻ വേണ്ടി എനിക്ക് ഇഷ്ടം, നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെല്ലാവരും ഒരു ലിസ്റ്റ് എന്തെങ്കിലും തയ്യാറാക്കാം. ഇങ്ങനെ 1 ഇന്ന സ്കൂള്, എന്റെ പ്രയോറിറ്റി ഫസ്റ്റ് സ്കൂൾ ഇതാണ്, എന്റെ പ്രയോറിറ്റി സെക്കൻഡ് സ്കൂൾ ഇതാണ്, എന്റെ പ്രയോറിറ്റി തേർഡ് സ്കൂൾ ഇതാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 20 സ്കൂൾ തയ്യാറാക്കി വെക്കാം. നമ്മുടെ പ്രയോറിറ്റിക്ക് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഈ കാണുന്ന സ്കൂൾ എല്ലാം തന്നെ തയ്യാറാക്കി വെക്കാം. നമുക്ക് വേണമെങ്കിൽ ഭാവിയിൽ ഈ കാണുന്ന സ്കൂളിന്റെ നെയിംസ് റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും, പക്ഷെ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കൂല. അപ്പൊ റീ അറേഞ്ച്മെന്റ് പോസിബിൾ ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, 20 സ്കൂളിന്റെ പേര് വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന്റെ അടുത്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് സ്കൂളിൽ പഠിക്കാൻ താല്പര്യം, ആ കാണുന്ന സ്കൂളിന്റെ പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് മുൻപേ തന്നെ എന്ത് ചെയ്യണം, ഒന്ന് സോർട്ട് ചെയ്ത് വെക്കണം. ആൻഡ് ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഈ കാണുന്ന സ്ഥലത്ത് നമ്മുടെ സ്കൂളിന്റെ കോഡ് അടിച്ചു കൊടുക്കണം. കോഡാണ് വരുന്നത്, കോഡാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പൊ മനസ്സിലാവും, കോഡ് അവിടെ നിന്ന് കിട്ടും. അതിനു വേണ്ടി ഇവിടെ നീഡ് ഹെൽപ്പ്, ക്ലിക്ക് ഹിയർ ടു വ്യൂ സ്കൂൾ ലിസ്റ്റ്. ആ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, സ്കൂൾ കോഡ് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ആവശ്യമുള്ള സ്കൂളിന്റെ പേരൊക്കെ തന്നെ അതിനകത്ത് ഉണ്ടാവും. ആ കാണുന്ന സ്കൂളിന്റെ പേര് നോക്കാം. ആൻഡ് ദെൻ കറസ്പോണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ കാണുന്ന കോഡ് മനസ്സിലാക്കാം, അത് ഇവിടെ ടൈപ്പ് ചെയ്യാം, സ്കൂൾ കോഡ്. ആൻഡ് ദെൻ സ്കൂൾ കോഡ് ടൈപ്പ് ചെയ്തതിനു ശേഷം നമ്മുടെ കോഴ്സ് ഇവിടെ നമ്മൾ എടുക്കുന്നു, സേവ് ചെയ്യുന്നു. ഏത് കോഴ്സാണോ വേണ്ടത് ആ കാണുന്ന കോഴ്സ് എടുക്കുന്നു, സേവ് ചെയ്യുന്നു. പരിപാടി ഇത്രയേ ഉള്ളൂ. ആൻഡ് ദെൻ ഗൈസ്, നമുക്കിത് ഇത്ര മാത്രമാണ് നമ്മുടെ ഹോൾ അലോട്ട്മെന്റ് പ്രോസസ് വരുന്നത്. ഈ കാണുന്ന വീഡിയോക്കകത്ത് പറഞ്ഞ എല്ലാ സ്റ്റെപ്സും നിങ്ങൾ ഫോളോ ചെയ്യാം. വളരെ സുഖമായിട്ട് നമുക്ക് എന്താണ്, ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് വീട്ടിലിരുന്നുകൊണ്ട് ഈ പറയുന്ന മുഴുവൻ കാര്യവും ചെയ്യാൻ വേണ്ടി സാധിക്കും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മുടെ അലോട്ട്മെന്റ് പ്രോസസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞു. ആൻഡ് അവസാനമായിട്ട് ഈ വിവരങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്യുമ്പോൾ അപേക്ഷയിൽ വിവരങ്ങൾ കാണുവാനും ആവശ്യമെങ്കിൽ തിരുത്തുവാനും അവസരമുണ്ട് കേട്ടോ. എന്തെങ്കിലും എന്താണ് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ആ കാണുന്ന മിസ്റ്റേക്സ് എല്ലാം തന്നെ എന്താണ്, തിരുത്താൻ അവസരം കൂടി ഉണ്ടാവുന്നതായിരിക്കും. അപേക്ഷയിൽ വിവരങ്ങൾ ഒരിക്കൽ കൂടി പൂർണ്ണമായി പരിശോധിച്ചതിന് ശേഷം അപേക്ഷ സമർപ്പണം പൂർത്തിയാക്കാം. ആൻഡ് ഫൈനലി കാൻഡിഡേറ്റ് ലോഗിൻ വഴി വിദ്യാർത്ഥികൾക്ക് തന്നെ ട്രയൽ അലോട്ട്മെന്റ് കഴിഞ്ഞ് അപേക്ഷയിൽ ഓപ്ഷനുകൾ ഉൾപ്പെടുന്ന പുനഃക്രമീകരിക്കാനും അവസരമുണ്ട്. അതായത് നിങ്ങൾക്ക് വീണ്ടും എന്താണ് വേണമെങ്കിൽ നമ്മളുടെ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. എന്നർത്ഥം പറഞ്ഞല്ലോ, നമുക്ക് പക്ഷെ എന്താണ്, സ്കൂൾസ് മാറ്റാൻ വേണ്ടി പറ്റൂല. ഈ കാണുന്ന സ്കൂൾസ് എന്ത് ചെയ്യണം, നമ്മൾ ഹോൾ ലിസ്റ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. സ്കൂൾസിന്റെ പേര് മാറ്റാൻ പറ്റില്ല, പക്ഷെ എന്താണ്, ഓർഡർ റീഅറേഞ്ച് ചെയ്യാം. എന്താ, തേർഡ് വേണമെങ്കിൽ ഫസ്റ്റ് ആക്കാൻ പറ്റും, ഓപ്ഷൻ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യണം, ഈ കാണുന്ന ലിസ്റ്റ് നിങ്ങളുടെ കൈവശം വെക്കണം. ആ കാണുന്ന ലിസ്റ്റ് എന്ത് ചെയ്യണം, നിങ്ങൾ തന്നെ വളരെ വ്യക്തമായിട്ട് പരിശോധിച്ച് നിങ്ങളുടെ ആഗ്രഹത്തിന് നിങ്ങൾ മാറ്റണം. സോ ഗൈസ്, ഇത്ര മാത്രമാണ് സ്റ്റെപ്സ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഏറ്റവും ഗംഭീരമായിട്ട് നിങ്ങൾ വിചാരിച്ച സ്കൂളിൽ തന്നെ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ. താങ്ക് യു ആൻഡ് സൈനിങ് ഓഫ് അഫ്നാസ് AK from Silent Learning. Thank you.